എന്റെ കുടുംബത്തിനൊരു അവകാശം ഇല്ലാതെ ആവും. പെരുമ്പടപ്പ് കുടുംബത്തിന് അനന്തരാവകാശികളില്ല എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ വിശ്വനാഥൻ. എനിക്ക് എങ്ങനെ കഴിയും? എന്റെ പേടി നിരഞ്ജനയോർത്ത. നിങ്ങൾ കാത്തിരുന്നു, കാലം കണക്ക്. സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് വിശ്വനാഥനോട് കള്ളം പറയേണ്ടി വന്നതെന്ന് രാജപ്പൻ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയിലൂടെ മാത്രമേ ഞാൻ എന്നും പോയിട്ടുള്ളൂ. ദത്തെടുക്കാൻ ഒരുങ്ങുന്ന നിരഞ്ജനയോട് കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുന്ന ജയന്തി. അവളെപ്പറ്റി അമ്മ ഒന്നും അറിയരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അമ്മയുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. കുഞ്ഞു മാത്രമേ ഉള്ളൂ. അതിന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടത് ഇവളെയാ. തീരെ ചെറിയ കുട്ടിയാകുമ്പോ പ്രസവമൊക്കെ എളുപ്പത്തിലാവോ? ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ അവക്കുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടു. കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവള് കുറച്ച് വീക്കാ. ആരോഗ്യം തീരെയില്ല. അതിന് മാത്രമുള്ള പ്രായമല്ലേ അവക്കുള്ളൂ. ചിരിച്ചു കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ. ആരാ അവളെ സംരക്ഷിക്കുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഹോസ്റ്റലിലാ അവള്. കുഞ്ഞിനെ നീയാ സ്വീകരിക്കുന്നതെന്ന് നിന്റെ ആ ഫ്രണ്ടിന് അറിയോ? അതെങ്ങനെ ഞാൻ അവളോട് പറയും? ഗോവയിൽ സെറ്റിൽഡായ എന്റെ കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു. അവളുടെ ഹസ്ബൻഡിന് നേവിയിലെ ജോലിന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്താ അങ്ങനെ ഒരു സംശയം? കുറച്ചു ദിവസമായി കാണുന്നതല്ലേ. ഇന്ന് ആ കുഞ്ഞിനെപ്പറ്റി താല്പര്യത്തോടെ ചോദിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. ഒന്നുകിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന കുഞ്ഞ് ഏതാണെന്ന് കണ്ടെത്താനുള്ള നീക്കമാവും അത്. അതിന്റെ പിന്നിൽ അച്ഛന്റെ ബുദ്ധിയും കാണും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അമ്മ വിശ്വസിച്ചു. ഇതിലേതാണ് സത്യമെന്നാ നിരഞ്ജനയ്ക്ക് തോന്നുന്നത്? അമ്മയുടെ പെരുമാറ്റത്തിൽ പക്ഷെ കളങ്കമൊന്നുമില്ല. ആ, എനിക്ക് ഫീൽ ചെയ്തതും അത് തന്നെയാ. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ ചേഞ്ച് ഉണ്ടായത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ ഞാൻ കൂടെ ശക്തമായി പറഞ്ഞതുകൊണ്ടാവാം. എന്നെ കബളിപ്പിക്കാൻ ശ്രുതിക്ക് കഴിയില്ലെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. അച്ഛൻ എവിടെ പോയത്? സാധാരണ ഇത്രയും വൈകുന്നതല്ല. ഏതൊരു കേസിന്റെ ആവശ്യമായി പോയെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ എനിക്ക് അമ്മാളുവിനെ ഇന്ന് കാണാൻ തോന്നുന്നു. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? എന്റെ ചിന്തകളിൽ അവളല്ലേ ഉള്ളൂ. ജീവിക്കണമെന്നൊരാഗ്രഹമുള്ളതും ഇപ്പൊ എന്നെ മുന്നോട്ട് വലിച്ചുകൊണ്ടു പോകുന്നതും ആ പാവം പെൺകുട്ടിയാ. ഇപ്പൊ എനിക്ക് വേണ്ടി അവളും അവൾക്ക് വേണ്ടി ഞാനും ജീവിക്കുന്നു. ദൈവത്തിലുള്ള എന്റെ വിശ്വാസമൊക്കെ എന്നേ നഷ്ടപ്പെട്ടതാ. എന്നിട്ടും കൊച്ചു കൊച്ചു മോഹങ്ങൾ വെച്ചു നീട്ടി കൊതിപ്പിക്കും. എന്നിട്ടത് തിരിച്ചെടുക്കും. അമ്മാളുവിന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ച പിന്നെ നിരഞ്ജനയില്ല. എടാ, ഇന്നിവിടെ കാവല് വേണം. ചേച്ചി അത് പ്രത്യേകിച്ച് എന്നോട് പറയണം. ഞാനും പിള്ളേർ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നിന്നെ തേടി വന്നത് എസ്പിയും അയാളുടെ ആളുകളുമാണ്. ചേച്ചി അവരോട് എന്തു പറഞ്ഞു? എനിക്ക് രായപ്പനെ അറിയില്ല, നിന്നെ അറിയില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. വീട് മുഴുവൻ പരിശോധിച്ചു. വെറും കൈയോടെ തിരിച്ചു പോവുകയും ചെയ്തു. ചേച്ചി പറഞ്ഞവര് വിശ്വസിക്കൂ? അയാൾ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കെന്താടി? രായപ്പൻ പിന്നെയും വന്നു. നിന്നെ ചെവള വന്ന് കൊണ്ടുപോയെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ആ, കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാ അയാൾ പോയത്. അപ്പോ ചിറ്റപ്പൻ എസ്പിയോട് പറഞ്ഞതൊക്കെ കളവായില്ലേ? അയാളത് വിശ്വസിക്കോ ഇല്ലയോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. രായപ്പനെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടാ അവര് പോയത്.
അന്നേരം എന്റെ ബുദ്ധിയിൽ അങ്ങനെ തോന്നിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. SP-യുടെ കാശും വാങ്ങി നിന്നെ പിടിച്ചു കൊടുക്കാനാ അയാള് വന്നത്. ഇപ്പോഴാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്താ ചേച്ചി? രായപ്പൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതേ പ്രസവിപ്പിക്കാനൊന്നുമല്ല, SP-ക്ക് കൈമാറാനാ. റോസ്മലയിലെ വീട്ടിൽ വെച്ചേ രായപ്പൻ അത് സാധിക്കില്ല. ശ്യാമള ചേച്ചിയും പിള്ളേരും എതിർക്കും. നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോയതെന്ന് അയാള് പറയാതിരുന്നതിന്റെ കാരണം അതാ. നിന്നെ കൈക്കിട്ടാൻ ആഗ്രഹിച്ച് നടക്കുന്നത് 2 പേരാ, SP ചെവളയും. 2 പേരുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി. ചേച്ചി എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. വെറുതെ പറഞ്ഞാ പോരാ, സ്നേഹവും നന്ദിയൊക്കെ മനസ്സിൽ വെച്ചേക്കണം. എനിക്കിനി സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ചേച്ചി. ഞാൻ ജീവിക്കണോ മരിക്കണോന്ന് തീരുമാനിക്കുന്നത് വരെ ചേച്ചിയാ. നീ ധൈര്യമായിട്ടിരിക്കെ. കാർത്യായനിയുടെ കയ്യിൽ നിന്ന് നിന്നെ ഒരുത്തനും പിടിച്ചോണ്ട് പോയില്ല. നല്ല സമയത്താണ് നീ എന്റെ അടുത്തോട്ട് വന്നത്. ചെല്ലേ, അകത്തിയൊന്നും വല്ല ആഹാരം എടുത്ത് കഴിക്കും. ഓ, അപ്പോ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു. എന്റെ മോനെ ഞാൻ വെറുതെ സംശയിച്ചു പോയില്ല എന്റെ ഈശ്വര. ഇപ്പോഴെങ്കിലും നമ്മളീ സത്യം തിരിച്ചറിഞ്ഞത് നന്നായി വിശ്വട. കുറച്ചു നാള് കഴിഞ്ഞ് അയാളെ എങ്ങോട്ടെങ്കിലും കടന്നു കളഞ്ഞെങ്കിലോ എന്ന് നമ്മുടെ മോൻ നമുക്ക് ശത്രുവായി പോയെന്നെ. അർച്ചന ഇപ്പൊ എവിടെയുണ്ട്? നടരാജൻ അവിടെ പോയതിന്റെ 3-ാം ദിവസമായിരുന്നു അവളുടെ കല്യാണം. തെങ്കാശിയിൽ അവളെ കെട്ടിക്കൊണ്ട് പോയത്. രാജപ്പനെ കള്ളം പറയാൻ പറ്റില്ല. അതവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ അർച്ചനയില്ല. സുധിയെ വിട്ട് നിരഞ്ജന പോവാൻ പാടില്ല. അല്ല, അവൾ അവനെ വിട്ട് പോവില്ലെന്ന് എനിക്കറിയാം. നമ്മള് വിവേകം കാണിക്കേണ്ട സമയമായത്. ഇനി വിശ്വേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പും ഉണ്ടാവരുത്. നിരഞ്ജനയ്ക്ക് അങ്ങനെ ഒരു വേഷം കെട്ടാൻ തോന്നിയത് നമ്മുടെ ഭാഗ്യമെന്ന് വേണം കരുതാൻ. അവള് ആ കുഞ്ഞിനെ സ്വീകരിക്കട്ടെ. ഞാൻ അതിന് സമ്മതിക്കില്ല. വിശ്വേട്ടൻ, പിന്നെ എന്താ വിശ്വേട്ടൻ കാണുന്ന പരിഹാരം? അതുകൊണ്ട് ഞാനൊന്ന് കേക്കട്ടെ. ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നത് ചികിത്സകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രമാണ്. ജയന്തി കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കുക. പ്രാക്ടിക്കലായി ചിന്തിക്കാത്തത് വിശ്വേട്ടനാ. പ്രഗ്നന്റ് ആണെന്ന് അവള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമല്ലേ? അബോർഷനായെന്ന് പറയണം. കഷ്ടം. എത്ര നിസ്സാരമായിട്ടാ വിശ്വേട്ടൻ ഇത് പറയുന്നത്. സുധി ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഒരു 10 വർഷമെങ്കിലും കഴിയാതെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന ചിന്ത ജയന്തിയുടെ മനസ്സിലുണ്ടാവരുത്. പട്ടിണി കിടക്കാനാണോ നിന്റെ ഭാവം? വിശപ്പ് തീരെ ഇല്ല ചേച്ചി. കിടക്കാൻ നേരം ഈ പാലെടുത്ത് കുടിച്ചിട്ട് കിടക്ക. SP പോയിട്ടുണ്ടെന്ന് ഉറപ്പാണോ? അവര് പോയി.
അതിന്റെ തെളിവല്ലേ രായപ്പൻ അടി കൊടുത്തത്. നിനക്കിപ്പോഴും പേടി മാറിയില്ലല്ലയോ? രാത്രി ഇനി അവരൊന്നുകൂടി വന്നാലോ ചേച്ചി? നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്നെ എവിടെ കൊണ്ടിരുത്തി മുറി അടച്ചു കിടന്ന് ഉറങ്ങുവാണെന്നോ? ഇന്ന് രാത്രി ഉറങ്ങാതെ ആംബ്രോസും അവന്റെ കൂട്ടുകാരും ഈ വീടിന് ചുറ്റുമുണ്ടാവും. പുറത്തുനിന്നൊരു വണ്ടി വരുന്നെന്നറിഞ്ഞാൽ അപ്പൊ അവരെന്നെ വിവരം അറിയിക്കും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർത്തിയാണി കള്ളുവച്ചോടം നടത്തുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നേ വരെ എന്റെ വീട്ടിൽ നിന്ന് ഒരു തൊണ്ടി മുതൽ പോലും പിടിച്ചിട്ടില്ല. അതാണ് കാർത്തിയായനിയുടെ ഒരു സെറ്റപ്പ്. നീയേ പാലും എടുത്ത് കുടിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കും. പിന്നെ ഇനി രായപ്പന്റെ മക്കളെ വിളിക്കാനുള്ള മോഹമൊന്നും നിനക്ക് തോന്നണ്ട. നിന്നെ ചെവള കൊണ്ടുപോയെന്നുള്ള വിശ്വാസത്തിലാണ് രായപ്പൻ. നിന്റെ വിളി ചെന്നാൽ അവള് രായപ്പനോട് വിവരം പറയും. ഇനി വിളിക്കണമെന്ന് ഞാൻ പറയില്ല ചേച്ചി. അതാ നിനക്ക് നല്ലത്. എസ് പി എന്റെ അനിയത്തിമാരെ ഉപദ്രവിക്കുമെന്ന് എന്റെ പേടി. അവരെ നോക്കാനേ തന്തൻ തള്ളയുണ്ട്. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. എങ്ങനെങ്കിലും പെറ്റെണ്ണീറ്റ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അമ്മേ, ഇന്നലെ അച്ഛനെപ്പോഴാ വന്നേ? കുറെ വൈകി. അവരത് തന്നെ പറഞ്ഞു വിട്ടല്ലേ, വേറെന്തു പറയാനാ? അല്ല മോളെ, ഞങ്ങൾ അയാളുടെ വലയിൽ വീണുപോയതാ. രാജപ്പൻ പറ്റിച്ച് കാശ് പിടുങ്ങിയതാന്ന് തിരിച്ചറിഞ്ഞിട്ടാ വിശ്വട്ടം വന്നത്. സത്യമാണോ അമ്മ പറയുന്നേ? അതെ. അവിടെ ചെന്നപ്പോ അയാളെല്ലാം ഏറ്റുപറഞ്ഞു. അയാളുടെ മക്കളുടെ കരച്ചിൽ കണ്ട് കൊല്ലാതെ വിടുകയായിരുന്നു. വിശ്വേട്ടൻ അത് വലിയ അപമാനായി. വല്ല തട്ടിപ്പോ വെട്ടിപ്പോ ആണെങ്കിൽ സഹിക്കായിരുന്നു. ഇതങ്ങനെയാണോ? പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. പോയിട്ട് അർച്ചനെ കാണാൻ കഴിഞ്ഞോ? അവളെ അയാൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു. തെങ്കാശിയില അവള്. രാജപ്പന്റെ കള്ളക്കളികളൊന്നും അവൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. സുധി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്കിപ്പോ ബോധ്യായി. പിന്നെ ഉടനൊരു കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മാത്രമേ വിശ്വേട്ടന് വിയോജിപ്പുള്ളൂ. കുറച്ച് തിടുക്കമായി പോയിന്നാ വിശ്വേട്ടൻ പറയുന്നത്. ഉടനെ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചതല്ലമ്മേ. ഒരു പ്രതീക്ഷയും വെക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഭാഗ്യത്തിനല്ലേ ഒരു ചോരക്കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അതെങ്ങനെ വേണ്ടാന്ന് വെക്കും അമ്മേ? ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത ലോകം മുഴുവൻ അതറിയും. ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോമിച്ച് കളഞ്ഞിട്ടാവും പലരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത ആ കുഞ്ഞ് തിരിച്ചറിവിലേക്ക് വരുമ്പം ഞങ്ങളതിന് ആരുമല്ലെന്ന് മനസ്സിലാവും. സ്വന്തമെന്ന് എത്രയൊക്കെ പറയാമെങ്കിലും ഒരകൽച്ച എപ്പോഴും ഉണ്ടാവും. തെറ്റ് ചെയ്താലോ കുസൃതി കാണിച്ചാലോ ഒന്ന് ശാസിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയാതെയാവും. നമുക്ക് ചുറ്റും ഒരുപാട് അനുഭവങ്ങളില്ലേ അമ്മേ? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതാണോ? നമ്മൾ കുറച്ചു പേർക്കല്ലാതെ ആർക്കും ആ സത്യം അറിയില്ല. അമ്മ തന്നെ പറ, ഇതുപോലൊരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി കിട്ടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അതില്ല മോളെ. ഞാനൊരു വേഷം കെട്ടുന്നതല്ല. അമ്മയാവാനുള്ള എന്റെ മനസ്സിന്റെ ഒരുക്കമാ അത്. നിന്റെ മനസ്സ് എനിക്കറിയാം. നിനക്ക് എന്ത് തന്നാലും ഞങ്ങൾക്ക് നിന്നോടുള്ള കടപ്പാട് തീരില്ല മോളെ. ഇങ്ങനൊരു മരുമകളെ തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ആ കുഞ്ഞിന്റെ അമ്മ മോളായിട്ട് തന്നെ ലോകം അറിയണം. വിശ്വട്ടിന്റെ എതിർപ്പൊക്കെ കുറഞ്ഞു വരും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ദേ, നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും. സുധി, ചായ. താനിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. കുഞ്ഞിനെ സ്വീകരിക്കാൻ അമ്മ സമ്മതിച്ചു. അമ്മയുടെ സപ്പോർട്ട് കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ? അച്ഛനോട് സംസാരിച്ചു കാണും. സംസാരിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ അച്ഛൻ അയഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് അയഞ്ഞു കൊടുക്കാൻ അച്ഛന് കഴിയില്ലല്ലോ.
അച്ഛൻ വഴങ്ങിയാൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പോവില്ലേ? അല്ല സുധി, അച്ഛൻ്റെ ഇന്ന് അനുകൂലമായി ഒന്നും ഉണ്ടാവാതെ അമ്മയത് പറയില്ല. ഒരുപക്ഷെ നേരിട്ടൊന്നിലും ഇടപെടാതിരിക്കാനാവും അച്ഛൻ്റെ തീരുമാനം. എന്ന് വെച്ചാൽ പെരുമ്പടപ്പ് വിശ്വനാഥൻ മുട്ടുമടക്കിയെന്ന് സാരം. അച്ഛനോട് സുധിക്കിപ്പോ എന്താ തോന്നുന്നേ? സഹതാപം. മൗന സമ്മതവും തന്ന് തലകുനിച്ചിരിക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? സുധി എന്താ ഉദ്ദേശിക്കുന്നേ? കുഞ്ഞിനെ നിരഞ്ജനയുടെ കയ്യിൽ കിട്ടുന്നതുവരെ ഒരിടവേള. ഇപ്പൊ തലകുനിച്ചിരിക്കട്ടെ, ഇടവേള കഴിഞ്ഞാൽ ഞാനത് പൊട്ടിക്കും. എനിക്കൊരു തകരാറുമില്ലെന്ന് ഞാനങ്ങ് വിളിച്ചു പറയും. പറയാതിരുന്ന പിന്നെ ഞാൻ ചെയ്തതിന് എന്ത് സുഖമുള്ളത്? എന്റെ കഴിവുകേടുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ സ്വീകരിച്ചെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാനൊന്നും നേടുന്നില്ല. അതുകൊണ്ട് അവരുടെ മുന്നിൽ കൂടുതൽ സഹതാപം നേടിയെടുക്കാൻ മാത്രമേ കഴിയൂ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തിലേക്ക് ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവകാശം ഉറപ്പിക്കാനാണ്. എനിക്ക് ജനിച്ച കുഞ്ഞായി ലോകത്തെ അറിയിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചടിക്കണം. ഇനി നിരഞ്ജനയുടെ പ്രഗ്നൻസി ലോകത്തോട് പറയേണ്ട ബാധ്യത അമ്മയുടെ ആവശ്യമാണ്. മരുമകൾ പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് പ്രചരിപ്പിക്കും. മരുമകളുടെ പ്രസവത്തിന് രണ്ടുപേരും മൂന്നാറിലേക്ക് വന്നെന്നും വരും. എല്ലാം കഴിഞ്ഞ് കുഞ്ഞിന്റെ ചോറൂണും കഴിയുമ്പോൾ ഞാൻ അതങ്ങ് പൊട്ടിക്കും. സുധി ഇത്രത്തോളം ചിന്തിക്കൊന്നും ഞാൻ കരുതിയില്ല. നിരഞ്ജനയ്ക്ക് അപമാനമൊന്നും ഞാൻ വരുത്തി വയ്ക്കില്ല. തനിക്കതുപോലെ എന്റെ ഹൃദയസ്പന്ദനം നിലച്ചു പോകുന്ന നിമിഷം വരെ നിരഞ്ജനയുടെ കുറവ് ഞാൻ ആരെയും അറിയിക്കില്ല. തനിക്കെന്നെ വിശ്വസിക്കാം. അർച്ചനെ, ഇന്നലെ നീ ഒരുപോലെ കണ്ണടച്ചില്ലാന്ന് തോന്നുന്നു. എങ്ങനെ ഉറങ്ങാനാ ചേച്ചി? ഏതു നേരം വാതിൽ തട്ടുമെന്ന് പേടിച്ചാ കിടന്നത്. അപ്പോ എന്നെ നിനക്ക് വിശ്വാസമില്ലെന്ന് ചുരുക്കം. അങ്ങനെ പറയില്ല ചേച്ചി. ദാ ഈ ചായ കുടിക്ക. നിന്റെ ചിറ്റപ്പനുണ്ടല്ലോ, ആ രായപ്പൻ, അയാള് ചിലപ്പോ കയറി വന്നേക്കും. നീ വാതിലടച്ചങ്ങ് ഇരുന്നാ മതി. വീട്ടിലോട്ട് കയറിയോ ഞാൻ അയാളെ വെട്ടിയിടും. SP അത്ര മണ്ടനൊന്നുമല്ല. ചിറ്റപ്പൻ അയാളോട് എന്താ പറഞ്ഞെന്ന് നമുക്കറിയില്ലല്ലോ. രായപ്പൻ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ചിറ്റപ്പൻ ചെന്ന് അയാളെയും കൂട്ടി വന്നതല്ലേ. അതിൽ നിന്ന് എന്നെ ചിറ്റപ്പൻ അയാളെ പറ്റിച്ചതല്ലാന്ന് അയാൾക്ക് ഊഹിച്ചൂടെ? അപ്പൊ ഇന്നലെ രാത്രിയിൽ നിന്റെ ചിന്ത ഇതായിരുന്നു അല്ലേ? ഒരു വീട്ടിലേക്ക് വെറുതെ ചിറ്റപ്പൻ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ ധൈര്യപ്പെടില്ല. ചേച്ചി എന്നെ ഇവിടുന്ന് മാറ്റിയതാണെന്ന് അവർക്ക് ഊഹിച്ചൂടെ? അങ്ങനെ ഊഹിക്കാം. എങ്കിലയാൾ വീണ്ടും വരില്ല ചേച്ചി. ഞാൻ എവിടെയുണ്ടെന്ന് ചേച്ചിക്ക് അറിയാവുന്ന അയാൾ മനസ്സിലാക്കിയിട്ടാ പോയത്. എനിക്ക് തോന്നുന്നത് അവർ ചേച്ചിയെ കാണാൻ വീണ്ടും വരുമെന്ന്. ഈ അവസ്ഥയില് ഞാനിനി ഇവിടെ നിൽക്കുന്നത് അപകടമല്ലേ ചേച്ചി? അല്ല, ഇവിടുന്ന് പിന്നെ നീ ഇനി എങ്ങോട്ട് പോകാനാ? നിന്നെ കൊണ്ടു നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ ഇല്ല. ഇപ്പൊ SP മാത്രം പേടിച്ചാ പോരാ, രായപ്പനെയും പേടിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. നിനക്ക് ഞാനൊരു വാക്ക് തന്നതാ. നീ എന്നെ മാത്രം വിശ്വസിച്ചു കൂടെ നിന്നാ മതി. ജീവൻ കളഞ്ഞിട്ടാണേലും ഞാൻ നിന്നെ രക്ഷിക്കും. കുറച്ചു ദിവസത്തേക്ക് കട തുറക്കണ്ടെന്ന് ഞാൻ ആംബ്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിലല്ലാതെ ഈ സ്ഥലത്ത് അത്ര പെട്ടെന്നൊന്നും ആർക്കും എത്തിച്ചേരാൻ പറ്റത്തില്ല. നീ മുറിയിലോട്ട് ചെല്ല്.
അച്ഛനെ അവര് ശരിക്കും ഉപദ്രവിച്ചെന്ന് തോന്നുന്നല്ലോ. നേരെ നിൽക്കാൻ പോലും വയ്യല്ലേ? അവര് കുറെ പേരുണ്ടായിരുന്നോ? ഒരു ഗുണ്ടാ പടയുമായിട്ടല്ലേ SP വന്നത്. അയാൾക്ക് സംശയം തോന്നാൻ എന്താ അച്ഛാ കാരണം? ഇപ്പോഴും എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ. എന്തോ വലിയ കാര്യമുണ്ട്. അപ്പോ അർച്ചന ഗർഭിണി അല്ലെന്നാണോ SP വിശ്വസിക്കുന്നത്? അതെ. അർച്ചനക്കിനി SP യെ പേടിക്കാതെ ജീവിക്കാം. അവളുടെ കുഞ്ഞിനെയും ചോദിച്ച് ഇനി ആരും വരില്ല. അയാൾക്കിനി വരേണ്ട കാര്യമില്ല. അയാളുടെ ദേഷ്യമൊക്കെ എന്റെ ശരീരത്തിൽ തീർന്നിട്ടല്ലേ പോയത്. പക്ഷേ എനിക്കതങ്ങോട്ട് വിടാൻ പറ്റുമോ? ഒന്നുകൂടി ഞാൻ അയാളെ കാണും. അന്നെന്റെ കൂടെ അർച്ചനയും ഉണ്ടായിരിക്കും. വലിയൊരു കുരുക്കിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിക്കച്ചാ. അവളെ കൊണ്ടുള്ള ശല്യം നമുക്ക് തീർന്നു. SP നമ്മളെ വെറുതെ വിടുകയും ചെയ്തു. അതുകൊണ്ട് തീർന്നില്ലേ മോളെ? കാർത്തിയാനി എന്നോട് കാണിച്ച ചതി ഞാൻ പൊറുക്കില്ല. ചെവളയുടെ ബലത്തിലാ അവൾ എന്നോട് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. ചെവളയും രാജപ്പനും തമ്മിലുള്ള വ്യത്യാസം അവൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അർച്ചന തെന്മല വിട്ട് പോയിട്ടില്ല. ആ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെ അവളുണ്ട്. ഇവിടെ തോറ്റുപോയ പിന്നെ നിന്റെ അച്ഛനുണ്ടോടി മോളെ? നിങ്ങൾ തോക്കണ്ട, ജയിച്ചു തന്നെ അങ്ങ് നിന്നു. മനസ്സലിവില്ലാത്തൊരു മനുഷ്യൻ. നീ കേറിങ് വളർന്നത് എപ്പോഴാണെന്ന് എനിക്കറിയാൻ വേണ്ടി. ഒരു വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കയറിയപ്പോഴാ നിനക്ക് ഈ മാറ്റമൊക്കെ വന്നത്. മുഖത്ത് നോക്കി തർക്കുത്തരം പറയാൻ മാത്രം നീ അങ്ങ് വളർന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് നീ മറക്കണ്ട. ഇതൊക്കെ പോകാനും അധികം സമയം വേണ്ടടി. അന്ന് നീ എന്നെയല്ലേ പഠിക്കാൻ പോകുന്നത്. ഒരു പാവം പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് കിട്ടിയ സുഖം ഒരു ഭാഗ്യമായിട്ട് കരുതാൻ എനിക്ക് പറ്റില്ല. എന്നാ നീ നിന്റെ മക്കളെ വിളിച്ച് റോഡിലേക്ക് ഇറങ്ങടി. നിനക്കാ വിധി വരണം, എന്നാലേ നീ പഠിക്കൂ. എടി, ഞാനായിട്ട് എന്താ അർച്ചനോട് ചെയ്തേ? നീ വിളിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഇറക്കി വിട്ടോ? അവള് തോന്നിയ വഴിക്ക് പോയത് എന്റെ കുറ്റം കൊണ്ടാണ്. അവിടെ അവിടെ അന്ന് അവന്റെ കൂടെ ടെസ്റ്റിന് പറഞ്ഞു വിട്ടത് ഞാനല്ല, നീയാ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു. എന്നിട്ട് പഴി എനിക്കും. അവളോട് കുറച്ച് അലിവ് കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് അലിവാടി ഞാൻ കാണിക്കണ്ടേ? ഇവിടെ നിർത്തി ഞാൻ പേരെടുക്കണോ? എന്നാ പോയി വിളിച്ചോണ്ട് വരാം. അവക്ക് വേണ്ടി ഞാൻ കുറച്ച് എണ്ണപ്പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നെ പോകാൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ നിന്റെ എണ്ണപ്പലഹാരം കഴിച്ചില്ലെങ്കിലേ അവൾക്ക് പ്രസവവേദന വരത്തില്ല. ഡേ, മേലാൽ അവളെ കാണണമെന്ന് പറഞ്ഞ എന്റെ മുമ്പിലേക്ക് വന്നു പോകരുത്. അവളുടെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെ SP കൊടുത്തിട്ട് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരാം. അപ്പോ കണ്ടാ മതി.